സാറേ ന്യൂസ് ടിവിയിലെ രഘുനന്ദൻ സാറാ. ആരായാലും ഞങ്ങൾക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടാണോ വണ്ടി ഓടിക്കുന്നതെന്ന് അറിഞ്ഞാൽ മതി. ഒന്ന് ഊതിയിട്ട് പോയിക്കോ. അത് ഊതിയിട്ട് പോയാൽ മതി. ഈ ചടങ്ങിന് ഒരു ഊത്തല്ലേ സാറേ? മദ്യപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മദ്യപിച്ചാണ് ഇത്ര സമയം വണ്ടി ഓടിച്ചത്. അടുത്ത കാര്യപരിപാടി എന്താണെന്ന് പറയും. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകണം, ബ്ലഡ് ചെക്ക് ചെയ്യണം. ആവാം. ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ കൊളസ്ട്രോളും കൂടെ നോക്കണേ. നമുക്ക് അതും കൂടെ ഒന്ന് അറിയാൻ പറ്റുമല്ലോ. അല്ല സാർ, ഞാൻ അലക്സി സാറിനൊന്ന് അദ്ദേഹത്തിന് അറിയാതെ പോലീസ് ഓഫീസ്. വേണ്ട, ഇയാള് വീട് പിടിക്കാൻ നോക്ക്. ഇയാൾക്ക് പോവാല്ലോ. അയാൾക്ക് പോവാം, നിങ്ങൾ വന്നാൽ മതി. വെള്ളം അടിച്ചോണ്ട് നടന്നു പോവാല്ലോ. ഇയാള് പോ, ഇയാള് പോ. എന്റെ കാറ് ഞങ്ങൾ കൊണ്ടുവന്നോളാം. സോറി. അതെ, പോലീസ് സ്റ്റേഷനിൽ നടക്കലുള്ളത് ആശാനകത്തും ഞങ്ങൾ കൊടുക്കും. അതന്നെ, വണ്ടി റിലീസ് ചെയ്ത് കിട്ടിട്ട് എന്താ കാര്യം? ആശാനെ റിലീസ് ചെയ്ത് കിട്ടണ്ടേ? അപ്പൊ അതെ, വേറെ വണ്ടി വന്നിട്ടുണ്ട് കുടിയന്മാരെയും കൊണ്ട്. കണ്ടാ നല്ല യോഗ്യന്മാര്. എന്നാ അങ്ങനെ ആവട്ടെ. രഘുനന്ദൻ സാറല്ലേ? ചിലരങ്ങനെ വിളിക്കാറുണ്ട്. രഘുനന്ദൻ എന്നാണ് എന്റെ പേര്. അല്ല, ഞാനേ നമ്മുടെ ഷോ ദി സ്പിരിറ്റിന്റെ സ്ഥിരം കാഴ്ചക്കാരനാ, ഫാനാണേ. അതൊരു തെറ്റല്ല. അനിയൻ എന്താ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളൊക്കെ കമലദളം കഥകളി യോഗത്തിന്റെ ആൾക്കാരാ. ഞാനാ സെക്രട്ടറി. ഞങ്ങളുടെ ആശാകത്തുണ്ട്. കഥകളിയും ഒരു കുറ്റകൃത്യമായോ? അല്ല, കളി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആശാന് 4 അടിക്കണം നിർബന്ധ. അത് കഴിഞ്ഞാൽ വേറൊരു നിർബന്ധമുണ്ട്, വണ്ടിയും ഓടിക്കണം. ഇന്നിപ്പോ എന്തുണ്ടായി? വണ്ടി ഓടിച്ചു, പോലീസും പിടിച്ചു. അകത്തേക്ക് ഇരിക്കാം. കമലദളത്തിന്റെ ആൾക്കാര്. കാണാം കാണാം. നന്നായില്ലടാ. അങ്ങോട്ട് ഞാനിവിടെ ഇരുന്നോളാം. സാറേ, ആ മൊബൈൽ ഒന്ന് തരുമോ? ഞാൻ ഇവിടെ ഇരുന്നത് മുഷിഞ്ഞോ ആവോ? ആകെ മുഷിഞ്ഞ് നാറിയിരിക്കുക. ഇനി എന്തു നോക്കാൻ? താനിരിക്കുക. പച്ചയായിരുന്നു. പച്ചയായിരുന്നോ മാഷേ? പച്ചയായിരുന്നാൽ പോലീസ് പിടിക്കില്ലല്ലോ. കഴിച്ചിരുന്നു. വേഷേ? വേഷം പച്ചയായിരുന്നു. വേഷം പച്ചയായിരുന്നു. അതാണ്. രഘു സാർ അകത്തേക്ക് വിളിക്കുന്നു. പോയിട്ട് വരൂ, പരിഭ്രമിക്കാനൊന്നുമില്ല. പോയിട്ട് വരട്ടെ. ഒന്നും മിണ്ടാതിരിക്കണോ? അപകടം നടക്കുന്നതിന് മുമ്പ് അത് തടയാൻ കഴിയണം. ഒരു ഇഫക്റ്റീവ് പ്രിവെൻഷൻ സിസ്റ്റം ഉണ്ടാക്കാനാണ് പോലീസുകാർ ശ്രമിക്കേണ്ടത്. ഉപദേശങ്ങൾ, അതും ഇതുപോലൊരു മീഡിയ സെലബിന്റെ മുഖത്തുനിന്നാവുമ്പോ കേൾക്കണം, സ്വീകരിക്കണം. അപകടം മുൻകൂട്ടി ഞാൻ മനസ്സിൽ കണ്ടു. മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളെ നിർത്തുക. അയാളുടെ കൈപ്പിഴ കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്താൻ അയാളെ അനുവദിച്ചും കൂടാ. അതാ സാറിനെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നത്. എന്താ രഘുനന്ദൻ, ഇങ്ങനെയൊക്കെയല്ലേ പോലീസ് ജോലി ചെയ്യേണ്ടത്? ഇനി വേണേ പോയിക്കോളൂ. അലക്സി വിളിച്ചിരുന്നു. അയാളും മീരയും രണ്ടുപേരും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ. നമ്മളിതുവരെ കാസറോസിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടില്ലാന്നേ ഉള്ളൂ. പോയിക്കോളൂ. താങ്ക് യു. ഞാൻ പോകുന്നില്ല. ഞാൻ കെട്ടിറങ്ങിയിട്ട് നാളെ പോയിക്കോളാം. ഒരു രാത്രി കിടന്നുറങ്ങാൻ കൊള്ളാവുന്ന ഒരു പോലീസ് സ്റ്റേഷൻ ഞാനും തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ശുപാർശയുടെയും മഹാമനസ്കതയുടെയും പേരിൽ ഇന്നാൾ വരെ ഒരു ക്രൈമിൽ നിന്നും രഘുനന്ദൻ എന്ന ഈ ഞാൻ രക്ഷ ആഗ്രഹിച്ചിട്ടില്ല. ശുഭരാത്രി സുപ്രിയ. സുപ്രിയ രഘുവൻ. ഹായ് സുരേഷ്. അറിയില്ല, കൊടുക്കാം. ഡോക്ടർ സുരേഷ, അലക്സിയുടെ നമ്പർ കിട്ടുന്നില്ലെന്ന്. ഗുഡ് മോർണിംഗ്. ഞാൻ വരാം. കുറച്ച് ദിവസമായല്ലോ ഡോക്ടർ സുരേഷുമായി എന്തോ ഒരു ചുറ്റിക്കളി. ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി മീറ്റ് ചെയ്യുന്നു, ഫോൺ കോൾസ് വരുന്നു. ഒന്നുമില്ല. നോ, ഒന്നുമില്ലടോ. ഉണ്ട്. ശരി, നിന്നോട് നുണ പറയാൻ പറ്റില്ലല്ലോ. ഒരു ചെറിയ കാര്യം, ഇത്തവണ റൊട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞപ്പോ ഒന്ന് ബയോപ്സി ചെയ്യാൻ ഡോക്ടർ സുരേഷ് പറഞ്ഞു. നിന്നെ അറിയിക്കാതെ ഞങ്ങൾ അതങ്ങ് ചെയ്തു. ഇന്ന് നിന്റെ റിപ്പോർട്ട് കിട്ടുന്ന ദിവസമാണ്. അതാ ഡോക്ടർ സുരേഷ് വിളിച്ചു. ബയോപ്സി? ഇതാണോ അലക്സി ചെറിയ കാര്യം? പിന്നല്ലാതെ, റിപ്പോർട്ട് പോസിറ്റീവ് ആണെങ്കിലല്ലേ അതൊരു വലിയ കാര്യമാവുള്ളൂ. എന്റെ മീര, ബയോപ്സി റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഉടനെ ക്യാൻസർ എന്ന് ആദ്യം ചിന്തിക്കല്ലേ.
സെഞ്ചോട് പുണ്യാളം മേള് ചുമ്മാ ഇരിക്കുകയല്ല. അങ്ങവരുടെ ടേബിളിലല്ലേ ഈ റിപ്പോർട്ട് ആദ്യം വരിക. പ്രശ്നം വല്ലത് കണ്ട അത് കറക്റ്റ് ചെയ്തേ താഴേക്ക് വിടൂ. പേടിച്ച് ഞാൻ ചത്തുപോകും മനുഷ്യ. ചുമ്മാ ഇരി. ഒന്ന് എഴുന്നേറ്റ് റെഡിയാവ്. നമുക്ക് ഒരുമിച്ച് പോയ റിപ്പോർട്ടിങ് മേടിച്ചിട്ട് വരാം. റിപ്പോർട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഗിഫ്റ്റ് എന്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നീ എനിക്ക് എന്ത് തരും? അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അലക്സി, വാ. ഞാനില്ല. ഞാൻ അങ്ങോട്ടില്ല. ഓക്കെ. സുരേഷേ, വണ്ടി തിരിച്ചിട്ടേക്കണേ. ശരി സർ. ഇമ്രാൻ ഖാൻ. ജോൺസ, ഇതിൽ ബിനേഷ് കൊടിയേരിയുടെ പടം എവിടെ വെക്കണം? ശരി. ഗുരുവേ, നൈജാമലയാക്കും. ആ, ഈ പടം വരയ്ക്ക് സ്വാമി ഇവിടെ ഇല്ലായിരുന്നല്ലോ ഈ നരകത്തിൽ. ഇയാളുടെ നരകപടങ്ങളുടെ എക്സിബിഷനാണ് നാളെ ദർബാർ ഹാളില്. ജോൺസൺ, റിപ്പീറ്റ്. നേരം പോലെ അവിടെ നിന്ന് പ്രത്യക്ഷപ്പെടണം. ഹിന്ദുവിലെ മറ്റൊരു കയറി ഗുണം ചെയ്യും. പത്രത്തിൽ നിരൂപിച്ചുകൊണ്ടൊന്നും പടം വിറ്റുപോവില്ല സ്വാമി. അതിന് പിമ്പുകളെ കണ്ടെത്തി കമ്മീഷൻ കൊടുക്കണം. ജോൺസ, ഓരോന്നും കൂടെ ഞങ്ങളങ്ങ് പോവും. അതും കൂടെ വിഴുങ്ങിയിട്ട്. ഇവിടെ പെഗിന് 200 രൂപ ചാർജ് ചെയ്യുന്ന ഈ എത്തനിക് ബാറിൽ വന്ന് എനിക്ക് എന്താ വരായിക? കാശ് ആര് കൊടുക്കുന്നു? ഇത് രഘുവേട്ടനെ പറ്റില്ലല്ലേ? വെരി ഗുഡ്. എരുന്ന് തന്നെ കുടിക്കണം, എന്നാലേ അനാർക്കിത്തം പൂർണ്ണമാവും. സമീറിന്റെ ഒരു ഇടങ്ങേറ് പിടിച്ച പോക്ക. ഇന്നാളൊന്ന് ചോര ഛർദിച്ചിട്ട് ഹോസ്പിറ്റലിൽ കയറ്റിയതാ. നിർത്തണം കുറഞ്ഞത് ഒരു 6 മാസത്തേക്കുന്ന ഡോക്ടർമാര്. രഘു സാറ് പറഞ്ഞാല് ഞാൻ ഉപദേശി നന്നായിട്ട് വേണ്ടേ കരക്കാരെ നന്നാക്കാൻ. അവൻ മടുക്കപ്പഴ കുടിക്കട്ടെ, എന്നിട്ട് അവന് തോന്നാണെങ്കിൽ നിർത്തട്ടെ. ഇങ്ങനെ പോയി അതിനൊന്നും ആള് കാണൂല. മദ്യവിരുദ്ധ പ്രസ്ഥാനത്തിന്റെ വലിയ നേതാവ് ലിവർ സിറോസിസ് വന്ന് മരിച്ച നാടാണിത്. രഘുനന്ദൻ. രഘു, ഞാനാ. ടെൽ മീ. എവിടെയാ? കള്ളുഷാപ്പിൽ പറ. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ നിന്നാ. അലക്സിക്ക് അയ്യോ, അവനെന്ത് പറ്റി? ലിവർ സിറോസിസ് അടിച്ചോ? ഇന്നെന്താ എല്ലാരും വെള്ളം അടിച്ച് ചാവുന്ന കാര്യമാണല്ലോ പറയുന്നത്. അവൻ അങ്ങനെ വലിയ അടിയൊന്നും ഇല്ലല്ലോ. ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. എന്നാ നീ പറയേണ്ടത് പറ. അവനെന്താ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ വല്ല പരിപാടി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഹലോ ഹലോ ജോൺസാ. ജോൺസൺ, ഹലോ. പോം. എന്തായി അലക്സി? Come on, Alexi, tell me. മീര, ഒന്നുമില്ലടോ. സെവൻ 30 ആവുമ്പോഴേക്കും ഇങ്ങ് പോര്. ഡ്രസ് കോഡോ എന്റെ ഒച്ച നീ എന്തെങ്കിലും ചുറ്റിഞ്ഞു വാ. ബൈ. സോറി, ലക്ഷ്മി ആയിരുന്നു. തന്റെ പെണ്ണുമ്പിള്ളക്ക് എന്ത് പറ്റിയെന്ന്? ശരി, താമുങ്ങല്ലോ. ആ, 8 മുമ്പ് എത്തിയേക്കണേ. ബൈ. पोक विंदालू, ग्रिल चिकन और जो आपको अच्छा लगे वो बनाओ. ठीक है. ചേച്ചിയെ, ഇത് എന്നാത്തിനുള്ള ഭാവമാ? ഒരു ബയോപ്സി റിപ്പോർട്ടിന്റെ പേരിൽ വലിയ കോലാഹലമാണല്ലോ. ബർത്ത്ഡേ, ആനിവേഴ്സറി, അതിനേക്കാളൊക്കെ മേലെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ദിവസമാണ് ഇന്ന്. ലൈഫ് തിരിച്ചു കിട്ടുമ്പോ അതല്ലേ നല്ല ഫ്രണ്ട്സിന്റെ കൂടെ ആഘോഷിക്കേണ്ടത്. ഓ, അതിനിപ്പോ കുഴപ്പമാണ് കണ്ടെന്ന് വെച്ചാലും ഇതൊക്കെ ഇക്കാലത്ത് ഈസിലി ക്യൂറബിളാ. ചുമ്മാതിരി. ക്യൂറബിൾ? രഘുനന്ദൻ സാറിനെ വിളിക്കണ്ടേ? പിന്നല്ലാതെ. ഇല്ലെങ്കിൽ തെറി നിനക്കായിരിക്കും. വന്നാലും ആരെങ്കിലും തെറി വിളിച്ചാലും ബാക്കിയേ പോവൂ. അതിനുള്ള ചാൻസ് നൂലെ കെട്ടി ഇറക്കും ആരെങ്കിലും. വിളിച്ചേക്കാം. ഓക്കെ. ഫസ്റ്റ് ട്രൈ. സീ യു സൂൺ. പോലീസാ? പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്. Alexi. Yes, Supriya. Long live Alexi. Cheers. യോഗ പഠിപ്പിക്കുകയാണോ?
ഓ, എത്തിയോ? വെൽക്കം ഹോം. ഹായ്. കൺഗ്രാറ്റ്സ് അലക്സി. താങ്ക് യു. ഇനി നീ 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണും ഒരു ആരോഗ്യവാനായി ജീവിക്കും. ശതാഭിഷിക്തൻ അങ്ങനെയാണ് പറയുക. താങ്ക്സ് ഡ്യൂഡ്. എനിവേ, ഒരുത്തിന് രോഗമില്ല എന്നറിഞ്ഞതിന്റെ പേരിൽ ആദ്യമായി നടത്തുന്ന പാർട്ടിയിൽ ആദ്യമായി പങ്കെടുക്കുകയാണ് ഞാൻ. ഗുഡ് ഗുഡ്. എല്ലാം ഇവളുടെ ഇടപാടാ. ഞാനതിൽ കക്ഷിയല്ല സാറേ. ഇതൊക്കെയല്ലേ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്? ഞാൻ മീരയുടെ കൂടെയാ. അലക്സി റിപ്പോർട്ട് വാങ്ങിക്കാൻ പോയ ടൈമിൽ കാറിനകത്തിരുന്ന് ഞാൻ അനുഭവിച്ച ടെൻഷൻ ഉണ്ടല്ലോ. ഓ, എനിക്കേ അറിയൂ. അറിയാവുന്ന ദൈവങ്ങളെ മുഴുവൻ വിളിച്ചു. ഒരാശ്വാസത്തിനായി ഈ സാറിനെ ഒന്ന് വിളിച്ചത്. ഓ. ഏതോ ഒരു ബാറിൽ ഏതോ ഒരു ബാറല്ല, കോശീസ്. എവിടെയായാലും അവിടെ ഇരുന്ന് കള്ളു കുടിച്ച് കണകുണാന്ന് ഏതാണ്ടൊക്കെയോ പറഞ്ഞു. എനിക്ക് വന്ന കളി. എടീ, ലീവ് ഇറ്റ് രഘു. യു ഡ്രിങ്ക്? അയ്യോ, ഞാൻ കഴിക്കില്ല. മദ്യപിച്ച് കാർ ഓടിച്ചാൽ പോലീസ് പിടിക്കും. ഗുഡ്. എല്ലാവർക്കും ഇങ്ങനെ തോന്നിയാ ഞങ്ങള് പോലീസിന് പണി കുറയും. അതെ അതെ, നമ്മുടെ ഈ മഹാരാജ്യം നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നം അതാണല്ലോ. മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുക. എന്താ നമ്മുടെ നഗരങ്ങളിലെ രാത്രി കാഴ്ച? മദ്യപിച്ച് കാർ ഓടിച്ച് ആളുകളുടെ നെഞ്ചത്ത് കയറ്റുന്നു, മദ്യപിച്ച് കാർ ഓടിച്ച് ഹൈ റൈസ് ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് കയറ്റുന്നു, മദ്യപിച്ച് കാർ ഓടിച്ച് അയ്യപ്പൻ വിളക്ക് നടത്തുന്നു. ഒന്നും മിണ്ടായിരിക്കും മാഡം. ഇത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനാ, അല്ലാതെ ഞങ്ങൾക്ക് ഇതിൽ എന്ത് കാര്യം? ജീവൻ രക്ഷയാ? ഇതെന്തോന്ന് LIC പോളിസിയാ? അധികാര ദുർവിനിയോഗം എന്ന് പറയും മലയാളത്തില്. പവർ കറപ്ഷൻ. ഇരുട്ട് വഴികളിൽ ഒളിച്ചു നിൽക്കും പിടിച്ചു പറിക്കാൻ വഴിയാത്രക്കാരന്റെ മടിശീല കൊള്ള ചെയ്യാൻ. രഘു, please. You shut up. ആ പറഞ്ഞ പിടിച്ചുപറിക്കാരൻ അവനൊരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുകയല്ല. അവൻ ആരോടും മുൻ വൈരാഗ്യവുമില്ല. കെണിയിൽ വീണ ഇരയെ നോക്കി പല്ലിളിച്ച് വൃത്തികെട്ട ഈഗോ കാണിക്കില്ല. പക്ഷെ നിങ്ങൾ ചെയ്ത അതാണ്. അന്നത്തെ ആ ഇൻസിഡന്റ് ആണെങ്കിൽ തീർച്ചയായും ഞാൻ വേണമെന്ന് കരുതി അതിന് ചെയ്തതാണ്. സർക്കാർ മുദ്രയുള്ള കുപ്പായത്തിന്റെ ബലത്തിനെ ആശ്രയിക്കുന്നത്. അതാണ് ചെറ്റത്തരം. ശ്രീമതി സുപ്രിയ രാഘവൻ, നിങ്ങൾ അന്ന് എനിക്ക് ക്ലാസ് തന്നല്ലോ, പോലീസ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന്. ഒരു സിവിക് സൊസൈറ്റിയുടെ ഭാഗമായി എങ്ങനെ ചോദ്യങ്ങൾ നിലകൊള്ളണം. ചോദിക്കുന്നവനെ നേരിടേണ്ടത് ഇത്തരം ചീപ്പ് പ്ലേകളിലൂടെ ആവരുത്. അത് നിങ്ങളുടെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്നുണ്ടാവുന്ന തോന്നലാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു സ്ത്രീ ആയിപ്പോയി എന്നതിന്റെ പേരിൽ നിങ്ങൾക്കുള്ള അപകർഷത. സ്ത്രീ എന്നത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ഐ എം നോട്ട് എ ഷോവിനിസ്റ്റ്. ഓ, എന്ന് പറഞ്ഞവരെ ഞാൻ കണ്ടു. മന്ദബുദ്ധികൾ പറഞ്ഞിരിക്കും. നിങ്ങൾക്ക് അത്തരം ആളുകളുമായിട്ട് സഹവാസം കാണൂ. എനിക്ക് ആളുകളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആൺ പെൺ വ്യത്യാസമില്ല. അവർ ഇന്റലിജന്റ് ആയിരിക്കണം, സത്യസന്ധരായിരിക്കണം. അതാണ് മനുഷ്യനിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ. രഘു, വാ. ഒരെണ്ണം കഴിച്ചൊന്ന് റിലാക്സ് ആവും. ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞിട്ടും കാര്യമില്ല. സോറി സുപ്രിയ, നീ വാ. അല്ല, പോലീസ് സാമാൻ എത്ര വേണേലും കുടിക്കാം. കുടിച്ച് എങ്ങനെ തലകുത്തി മറിഞ്ഞാലും വീട്ടിൽ കൊണ്ട് കിടത്താൻ സർക്കാർ വാഹനവും സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഡ്രൈവറും ഉണ്ടല്ലോ. കഴിക്കാൻ അത്രയും കഴിച്ചിട്ട് ഞാൻ പോവും. ഇയാളുടെ പോലീസിനോട് വഴി കാത്തിരിക്കാൻ പറ. എന്തായാലും എന്താ പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ താനത് തീർത്തു തരും. എടോ, താനത് തീർത്തു വരുമെന്ന്. ഇല്ലെങ്കിൽ ഇടയ്ക്കറി ഉണ്ടാക്കാൻ വരല്ലേ? ഞണ്ണാനുള്ള ഞണ്ണിയച്ചങ്ങ് പോണം. ചുമ്മാ ആള് കളിക്കാൻ വരല്ലേ? ഹരി, റിലാക്സ്. ഓക്കെ. വാ. ഒന്നുമില്ല. Don't worry. It's not him. It's the spirit inside.